ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമർ കാവന്നൂർ. ജലദോഷമുണ്ട്. ഇപ്പം ജലദോഷം മാറിയിട്ടില്ല. അപ്പോൾ ആദ്യം ഞങ്ങളോട് മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഇനി അതിന് ചില ആൾക്കാർ മൂക്കള വീങ്കട എന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓടിക്കുന്നൊരു വണ്ടി ഹണ്ടറാണ്. ഞാൻ ഒരു റോയൽ എൻഫീൽഡ് ഫാനൊന്നുമല്ല. ഞാൻ ആദ്യം പറയാം, റോയൽ എൻഫീൽഡ് ഫാൻ, റോയൽ എൻഫീൽഡ് മാത്രം ഹൈപ്പ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ നിലവിൽ ഞാനൊരു ഹൈനസിൻ്റെ വീഡിയോ എടുത്തിരുന്നു ഇന്നലെ. അപ്പോൾ ചില ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത്. അപ്പോൾ ഹൈനസിൻ്റെ മൈനസ് പറഞ്ഞു എന്നുള്ളത്. ഹൈനസ് ഉപയോഗിക്കുന്നവർ യഥാർത്ഥത്തിൽ ഹൈനസ് മാത്രം ഉപയോഗിച്ചവർക്ക് ഓക്കെ ആയിരിക്കാം വണ്ടി. ഞാൻ പറയുന്നത് ഏതൊരു വണ്ടിയും സ്റ്റാർട്ട് ചെയ്യാണ്. ഏതൊരു വണ്ടി നമ്മൾ ആ വണ്ടി മാത്രം ഉപയോഗിക്കുന്നുള്ളെങ്കിൽ ആ വണ്ടി നമുക്ക് നല്ല തന്നെയാണ്. വേറൊരു വണ്ടി ഉപയോഗിക്കുന്നവരെ ആ വണ്ടി നന്മ ഉണ്ടാവുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹോണ്ട ഹൈനസ് മാത്രം ഉപയോഗിച്ചവർക്ക്, റോയൽ എൻഫീൽഡ് ഉപയോഗിക്കാത്തവർക്ക് ചിലപ്പോൾ ഹോണ്ട ഹൈനസ് നല്ലതായിരിക്കാം. ഞാൻ പറയുന്നില്ല ജപ്പാൻ ഹോണ്ട എന്ന ബ്രാൻഡ് ഒരിക്കലും ഞാൻ താഴ്ത്തി കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഹോണ്ട എന്നുള്ളത് വർഷങ്ങളായിട്ട് നമ്മളെ പെട്രോൾ എൻജിൻ, റീഫൈൻഡ് എൻജിൻ ഉണ്ടാക്കുന്നൊരു ബ്രാൻഡാണ്. അപ്പോൾ റോയൽ എൻഫീൽഡ് ആദ്യമായിട്ട് തന്നെയാണ് ഒരു ടൈം എഞ്ചിനൊക്കെ വെച്ചിട്ട് ഒരു വണ്ടി ഇറക്കുന്നത്. ഓക്കെ, അത് കംപ്ലീറ്റ് ജെ സീരീസ് എന്ന കാറ്റഗറിയിൽ തുടക്കത്തിൽ വണ്ടി റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡ് ഒരുപാട് വാഹനങ്ങൾ ഇറക്കിയിരുന്നു കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. പഴയ കാലഘട്ടങ്ങളിൽ എല്ലാ സ്കൂട്ടർ, മോപ്പഡ് എല്ലാ വണ്ടികളും റോയൽ എൻഫീൽഡ് ബ്രാൻഡ് വന്നിരുന്നു. പിന്നെ പൂർണ്ണമായിട്ട് റോയൽ എൻഫീൽഡ് എന്ന ബുള്ളറ്റിലേക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ടായത്. ജപ്പാനീസ് വണ്ടി വാഹനങ്ങളുടെ അതിപ്രസരം കാരണം പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. ഏതായാലും പൂർണ്ണമായിട്ട് റോയൽ എൻഫീൽഡ് എന്ന ബുള്ളറ്റ് എന്ന ബ്രാൻഡിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ടായത്. അങ്ങനെയാണ് ഇപ്പം അവർ വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന ബ്രാൻഡായി മാറിയത്. അപ്പോൾ ഞാനിപ്പോൾ കമ്പയർ ചെയ്യുന്ന ജെ സീരീസ് എഞ്ചിനും ഹോണ്ടൻ്റെ എഞ്ചിനാണ്. ഹോണ്ട പഴയ ഹീറോ ഹോണ്ടല്ല കാലം മുതലേ വണ്ടി റീഫൈൻഡാണ്. യാതൊരു സംശയമില്ല. വണ്ടി വളരെ പക്ക റീഫൈൻഡാണ്. ആ ഒരു കാറ്റഗറിയിലേക്കാണ് ജെ സീരീസ് വണ്ടി വന്നേക്കുന്നത്. അപ്പം ഹോണ്ട യൂണിക്കോണാണല്ലോ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന ഹോണ്ടൻ്റെ ബ്രാൻഡിലുള്ള വണ്ടി. അത് മുതൽ എല്ലാ വണ്ടികളും റിഫൈൻഡ് എഞ്ചിൻ തന്നെയാണ്. അപ്പം നമ്മൾ റോയൽ എൻഫീൽഡ് അതിലേക്ക് ഒരിക്കലും കമ്പയർ ചെയ്യുക. റോയൽ എൻഫീൽഡ് ട്രഡീഷണൽ വാഹന നിർമ്മാതാക്കളാണ്. ട്രഡീഷണൽ എഞ്ചിൻ കീപ്പ് ചെയ്തുകൊണ്ട് ഇത്രയും വർഷം ലോകത്ത് പ്രൊഡക്ഷനിൽ നിന്ന് ഏക ബ്രാൻഡ് റോയൽ എൻഫീൽഡ് മാത്രം അവകാശപ്പെട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആർമി വാഹനങ്ങൾ കൊടുത്തുകൊണ്ടാണ് അതായത് റോയൽ എൻഫീൽഡ് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. ആർമിയിലേക്ക് വാഹനം കൊടുക്കുന്ന വാഹന നിർമ്മാതാവിന് എത്രത്തോളം അതിന് ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളതും എത്രത്തോളം അതിൻ്റെ സോളിഡ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നേ. അപ്പോൾ ഹോണ്ട ഹൈനസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ പ്രശ്നം മാത്രമാണ്. അതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ടോർക്ക് ആസ്വദിച്ച് പോകുന്നൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ആ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുള്ളത് ഞാൻ പറഞ്ഞു. അതായത് ഗിയർ ഷിഫ്റ്റിംഗ് ഉള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അത് ഉപയോഗിക്കുന്ന ആളുകൾ യഥാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയുന്ന ആളുകൾക്ക് അതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാവും. അടിക്കടി ഗിയർ ഷിഫ്റ്റിംഗ് ആവശ്യമുള്ള വണ്ടി തന്നെയാണ് ഹോണ്ട ഹൈനസ്. അതിൽ യാതൊരു സംശയമില്ല. അതിപ്പോൾ എത്ര തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന എഞ്ചിനായിട്ടും കാര്യമില്ല. നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയണ്ടേ. ലോങ് ലാസ്റ്റ് ചെയ്തിട്ട് വീട്ടിലിരുന്ന് ലോങ് ലാസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ വണ്ടി. അപ്പം നമ്മൾ ഏതൊരാണെങ്കിലും വണ്ടി ആ ഒരു പ്രസൻറ്റ് കണ്ടീഷനിൽ നമുക്ക് എന്തൊരു പെർഫോമൻസ് ആണ് തരുന്നത് അത് നമുക്ക് സംസാരിക്കാം. അല്ല ഈ വണ്ടിയിൽ 10 വർഷം നിൽക്കും. റോയൽ എൻഫീൽഡിനും 10 വർഷം നിൽക്കുന്ന വണ്ടിയാണ്. ഞാനിപ്പോൾ 2013 റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് ഇപ്പോൾ 2026 ആകുമ്പോഴാണ്. ഇതുവരെ ആ വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് ഞാൻ വണ്ടി എൻജിൻ ഇപ്പം അഴിക്കാൻ പോകുന്നുണ്ട്. അത്രയൊന്നും ലോങ് ലാസ്റ്റായിട്ട് ശരിക്കും ഹോണ്ട നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത്രയും ലോങ് ലാസ്റ്റിങ് ആ വണ്ടിക്കുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ വണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നതനുസരിച്ച് വണ്ടിൻ്റെ എൻജിൻ്റെ ലൈഫ് പ്രോപ്പറായിട്ട് ഓയിൽ ചേഞ്ച് സർവീസ് ചെയ്യുന്ന വണ്ടികൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുള്ള യാതൊരു കാര്യമില്ല. അല്ല യാതൊരു സംശയമില്ല. ആളുകൾക്ക് സംശയിക്കേണ്ട കാര്യമല്ല. നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതാണ് വണ്ടിൻ്റെ ലൈഫ്. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരാൻ പോകുന്നതിൻ്റെ ടോർക്കാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വണ്ടി ഹണ്ടറാണ് വണ്ടി. അപ്പം യങ്സ്റ്റേഴ്സ് പറയുകയാണ് കുറച്ച് എന്തുകൊണ്ട് ഹണ്ടർ ഇത്രയധികം ഹോണ്ടയേക്കാളും വണ്ടി മാർക്കറ്റിൽ ഇറങ്ങുന്നു. വണ്ടി ഓടിക്കാനുള്ള ആൾക്കാർ വാങ്ങിക്കില്ലല്ലോ. റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡിന് ഒരു വാല്യൂ ഉണ്ട്. ഹോണ്ടയ്ക്ക് വേറെ ഓരോ വണ്ടിക്കും ഓരോ സെഗ്മെൻ്റ് ഉണ്ട്. നമ്മൾ മാരുതി സുസുക്കി, ഞാൻ കുറ്റം പറയില്ല, സുസുക്കി എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പ്രീമിയം വാഹനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതാണ് ആ ഒരു ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവർ വണ്ടി കൊണ്ടുവന്നിരുന്നു. കിസാഷി എന്ന ബ്രാൻഡ് പക്ക ജപ്പാനീസ് ബ്രാൻഡ് കിസാഷി എന്ന ഒരു ബ്രാൻഡ് മാരുതി കൊണ്ടുവന്നിരുന്നു. ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്തോ? ഇല്ല. കാരണം നമ്മൾ അതിന് ഒരു റേഞ്ച് ഉണ്ട്. നമ്മളതിന് കൊടുക്കുന്ന റേഞ്ച് ഉണ്ട് മാരുതിക്ക്. അതിൻ്റെ മുകളിലേക്ക് പോകാൻ നമ്മൾ അനുവദിക്കില്ല അതിനെ. അത് അത്രയും ലക്ഷങ്ങൾ 30, 40, 50 ലക്ഷം കൊടുത്ത് ആരും ആ ഒരു വണ്ടി വാങ്ങിക്കില്ല. അതിനൊരു ബ്രാൻഡ് വാല്യൂ ഉള്ള വാഹനം വേറെ ഉണ്ട്.
അതിനാണ് ബെൻസ്, BMW, ഔഡി പോലുള്ള വാഹനങ്ങളൊക്കെ ഉള്ളത്. അവർക്ക് ആ ബ്രാൻഡ് മൂല്യം കൂടി വേണ്ടി വരും അവിടെ. വില മാത്രമല്ല നോക്കുക. അതുകൊണ്ട് തന്നെ കിസാശി, അതേമാതിരി ഗ്രാൻഡ് വിറ്റാര എന്നീ വാഹനങ്ങളൊന്നും ക്ലിക്കാകാതെ പോയത്. അതുമാതിരി തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡുണ്ട്. ആ ബുള്ളറ്റ് എടുക്കണം എന്ന ആഗ്രഹമായിരിക്കാം കൂടുതൽ ആളുകൾ റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡിലേക്ക് അടുപ്പിക്കുന്നത്. മാത്രമല്ല യൂസേഴ്സ് ഫ്രണ്ട്ലി ആണ്, ഇപ്പോൾ മൈലേജ് ഉണ്ട്, മാത്രമല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള നിലവിൽ തൊണ്ടയ്ക്ക് ചെറിയൊരു കാറലുണ്ട്. കാരണം ഇത് സുഖം വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല നേരത്തിലാണ് സംസാരിക്കുന്നത് കേട്ടോ. നിലവിൽ ഇപ്പോൾ കോമ്പറ്റ് ചെയ്യുന്ന വണ്ടിയാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 100 എന്ന വണ്ടി, ഹൈനസ് എന്ന വണ്ടി പഴയ UC ക്ലാസിക് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഞാൻ പറയാമല്ലോ ആ ഒരു ടോപ്പ് ഗിയറിൽ 5ാമത്തെ ഗിയറിൽ 50ൻ്റെ മുകളിലൊക്കെ പോകുന്ന വണ്ടി എന്ന നിലക്ക് അത് പറ്റും J സീരീസ് കമ്പയർ ചെയ്യുമ്പോൾ. എന്നാലും അതൊരു കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹെവി ക്രാങ്ക് വണ്ടിയാണ് അതൊക്കെ. അതിൻ്റെയൊക്കെ ഒരു ടോർക്ക്, മിഡ് റേഞ്ച് ടോർക്ക് എന്ന് പറഞ്ഞാൽ വേറെയാണ്, കൊണ്ടെടുക്കുന്ന ഫീലൊന്ന് വേറെയാണ്. ആ ബുള്ളറ്റിൻ്റെ എഞ്ചിൻ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു പഞ്ച് വേറെയാണ്. പാട്ട വണ്ടി എന്നൊക്കെ പറയുന്ന ഒരു പാട്ടയായിരിക്കാം, എല്ലാം ഞാൻ പറയുന്നില്ല. ചില ആൾക്ക് ഓരോരുത്തർക്ക് ഓരോ ഫീലാണല്ലോ പാട്ട വണ്ടി എന്നൊക്കെ പറയുന്നവർക്ക്. അത് അവരുടേതായ ഫീലിങ്സ് ആണ് അവർ പറയുന്നത്. ചില വണ്ടികൾ വല്ലാതെ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും, ചില ബ്രാൻഡുകൾ ചിലർക്ക് വല്ലാതെ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊരു ബ്രാൻഡുമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആണ്, അതല്ലാതെ വാഹനമല്ല, വല്ലാത്ത ആ ഒരു ക്വാളിറ്റിയായിട്ട് മനസ്സിലാക്കിയുള്ള അറ്റാച്ച്മെൻ്റ് അല്ല. പിന്നെ റിലയബിലിറ്റിനെ കുറിച്ച് പറയുകയാണെന്ന്, റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേമാതിരി എനിക്ക് പറയണത് ആസ് പെർ യൂസ്. അതായത് റോയൽ എൻഫീൽഡ് നല്ല റിലയബിലിറ്റി ഉണ്ട്, ഒരു കുഴപ്പമില്ല. എപ്പോഴും 80,000 കിലോമീറ്ററോട് വണ്ടിയൊക്കെ നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും ന്യൂ ആയിട്ട് വന്നൊരു എഞ്ചിനാണെങ്കിൽ കൂടി അത്രയും ആ ഒരു ലാസ്റ്റ് ആ എഞ്ചിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചില വണ്ടികൾ നമ്മൾ റഫായിട്ട് യൂസ് ചെയ്തിട്ടോ എല്ലാം കറക്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്യാതെയോ എല്ലാം സംഭവിക്കുന്ന സമയത്തും എഞ്ചിൻ ഫെയിലർ ഉണ്ടാവുന്നുണ്ട്. അതെല്ലാ വണ്ടിക്കുണ്ട്. ഹോണ്ട ഹൈവേയിൽ 5ാമത്തെ ഗിയർ ഇട്ടിട്ട് ഓടാൻ പറ്റിയൊരു വണ്ടിയാണ്. നേരെ മറിച്ച് 100 എന്നുള്ളത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് 100. അതായത് കയ്യിൽ പെട്ടെന്ന് കൺട്രോൾ ചെയ്ത് കട്ട് ചെയ്തൊക്കെ പോണ ചെക്കന്മാർക്ക് നല്ല പറ്റിയ വണ്ടിയാണ് 100. ഹോണ്ട അതിൻ്റെ പറ്റിയ വണ്ടി എന്ന് ഞാൻ പറയില്ല. സീറ്റിംഗ് ആണെങ്കിലും കുറച്ചുകൂടെ ഒക്കെ നല്ലത്, സീറ്റിങ്ങിൽ എൻ്റെ അഭിപ്രായം ഹോണ്ടയേക്കാൾ നല്ലത് 100 എന്ന് തന്നെ പറയും. പിന്നെ എനിക്ക് അതിൽ പറ്റാതെ, എനിക്ക് നമ്മൾ ഒരു സിറ്റി റൈഡിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അടിക്കടി ഗിയർ ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ വലിയൊരു നെഗറ്റീവാണ്. കാല് വേദനിക്കില്ല നിങ്ങൾ സിറ്റിയിലൊക്കെ സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്ത് ഗിയർ ചേഞ്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ. എത്ര ക്വാളിറ്റി ഉണ്ട്, അത് എത്ര നമ്മൾ പറഞ്ഞ ആന ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ആ വണ്ടി ഉപയോഗിക്കുമ്പോൾ കംഫർട്ടിനല്ല നമ്മൾ വണ്ടി എടുക്കുന്നത്. നമ്മൾ കംഫർട്ടോടെ നോക്കണം. നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്ത് നടക്കുന്നതല്ല അതിന് ഏറ്റവും വലിയ ആ ഒരു സമയത്തുള്ള ആ ഒരു നമ്മുടെ ബോഡിക്ക് വല്ലാതൊരു വിഷയമൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് നമുക്ക് നല്ലതെന്ന് പറയേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടോർക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഇന്നലെ ആ ഹൈനസിൻ്റെ വീഡിയോ കണ്ടവർ കണ്ട് മനസ്സിലാവും. ഇത് ഞാൻ 5ാമത്തെ ഗിയറിലാണ് വണ്ടി ഓടുന്നത്. ഞാൻ നോക്കുക, ഞാനിപ്പോൾ ഇന്നലെ അതേ പോയിട്ടുള്ള സ്ഥാനത്ത്, ആ ഇറക്കത്തിന് അതേ സ്ഥാനത്ത് നിന്നാണ് വണ്ടി കൂടി കൊടുക്കുന്നത്. ഇത് നോക്കാം കേട്ടോ. 5ാമത്തെ 5th ഗിയറിലാണ് വണ്ടി ഉള്ളത്. 35 സ്പീഡിലാണ് ഈ വണ്ടി ടോർക്കിൽ പോകുന്നത്. ഇത് ഹോണ്ടക്ക് കാണിക്കാൻ പറ്റും ഇങ്ങനെ. ഈ പറയുന്ന കമൻറ്റ് ചെയ്യുന്ന ആളുകൾ ഈ ഒരു ഹോണ്ടയുടെ ഈ ഒരു ലോ എൻഡ് ടോർക്ക്, റോയൽ എൻഫീൽഡ് മാത്രം അവകാശപ്പെടുന്ന ഈ ലോ എൻഡ് ടോർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരും ആ വണ്ടിയിൽ. എന്നാൽ നിങ്ങൾ പറയുന്നത് ഓക്കെ എന്ന് പറയാം. ആ റോയൽ എൻഫീൽഡ് ആദ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹൈ സ്പീഡിൽ മാത്രം വണ്ടി ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ ഓക്കെ, നിങ്ങൾ ആ വണ്ടി ഓക്കെ ആയിരിക്കാം. അത് 60. 5ാമത്തെ ഗിയർ ഞാൻ പറഞ്ഞല്ലോ, ഹൈ സ്പീഡിൽ ഉപയോഗിക്കുന്നവർക്ക് 60ൻ്റെ താഴോട്ട് പോകാതെ മാത്രം വണ്ടി ഓടിക്കുന്ന ശീലമുള്ളവർക്ക് ഹോണ്ട നല്ല വണ്ടി തന്നെയാണ്, യാതൊരു സംശയമില്ല. പിന്നെ ആ ഒരു കാര്യത്തിൽ 5th ഗിയറിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ പാട്ടവണ്ടിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഓടുന്ന വണ്ടി എന്നുള്ളതും ആദ്യം അങ്ങ് മനസ്സിലാക്കുക. പാട്ടവണ്ടി, ഞാനിപ്പം വണ്ടി ഓടിക്കാത്ത ആളൊന്നുമല്ല, എല്ലാവിധ പ്രീമിയം വണ്ടിയും കൊണ്ടെടുക്കുന്ന ആൾ തന്നെയാണ്. അതിനെ കമ്പാരിറ്റീവ്ലി ആ ഒരു റോയൽ എൻഫീൽഡ് വാല്യൂ ഫോർ മണി എന്നേ ഞാൻ പറയുള്ളൂ. അല്ല, ഞാനിപ്പോൾ റോയൽ എൻഫീൽഡ് മാത്രം എടുക്കുന്ന മോഡൽ എൻഫീൽഡിന് ഹൈപ്പായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ആളുകൾ ഹോണ്ടയിലേക്ക് പോകുന്നുണ്ടായിരിക്കാം, അതല്ല റോയൽ എൻഫീൽഡ് വാങ്ങിയിട്ടുണ്ടായിരിക്കാം. അത് എനിക്കൊരു മാറ്ററല്ല, എൻ്റെ വിഷയം അതല്ല. എനിക്ക് ഓടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ്, അടിക്കടി ഗിയർ ഷിഫ്റ്റിംഗ്, ഞാൻ വണ്ടിൻ്റെ ടോർക്ക് നോക്കി ഓടിക്കുന്ന ആളാണ്. ടോർക്ക് മാത്രമാണ് എനിക്ക് അതിൻ്റെതായിട്ട് തോന്നിയിട്ടുള്ളത്. ലോ സ്പീഡിൽ പോവുക എന്നുള്ള ആളുകൾക്ക് ടോർക്ക് നിർബന്ധമാണ്. അതല്ലാതെ ഹൈ സ്പീഡിൽ പോകുന്ന ആളുകൾക്ക് യൂണിക്കോൺ മതിയാവും, കുഴപ്പമില്ലാതെ നമുക്ക് പിടിച്ച് കൊണ്ടു കിടക്കാം. യൂണിക്കോണൊക്കെ നല്ല റിഫൈൻഡ് എഞ്ചിനാണല്ലോ. അപ്പോൾ ട്രഡീഷണലായിട്ട് എഞ്ചിൻ ഉണ്ടാക്കി പരിചയമുള്ള കമ്പനിയാണ് റോയൽ എൻഫീൽഡ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലമായിട്ട് റോയൽ എൻഫീൽഡ് നിന്നുള്ള ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലറായിട്ട് മാറിയിട്ടുള്ള റോയൽ എൻഫീൽഡ് തന്നെ കഴിവ് തന്നെയാണ്.
പിന്നെ റോയൽ എൻഫീൽഡ് എന്നൊരു ബ്രാൻഡ് തന്നെ ഇപ്പം ആ ഒരു പറയേണ്ട കാര്യമില്ലല്ലോ. റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡിൻ്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഒരു കമ്മ്യൂട്ടർ എഞ്ചിനെ സാധാ 350 ആക്കി എന്നുള്ളതല്ലാതെ ട്രഡീഷണൽ എഞ്ചിൻ എന്നുള്ള നിലക്ക് റോയൽ എൻഫീൽഡ് തന്നെയാണല്ലോ ഉള്ളത്. അപ്പോൾ ജെ സീരീസ് എഞ്ചിനുമായിട്ട് കടപിടിക്കാൻ എന്തായാലും റീഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്, യാതൊരു കാര്യവുമില്ല. ഈ ഒരു ടോർക്കിൻ്റെ കാര്യത്തിൽ കടപിടിക്കാൻ ഇപ്പോൾ ഹോണ്ടയ്ക്ക് കഴിയില്ല. അതേമാതിരി ഇപ്പോൾ ഈസി ആയിട്ട് വെട്ടിച്ച് കൊണ്ടെടുക്കാൻ യങ്സ്റ്റേഴ്സിന് ഏറ്റവും നല്ല വണ്ടി ഈ ഒരു വണ്ടി ഹണ്ടർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നുണ്ട്, എൻ്റെ തോന്നലാണ്. നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ വണ്ടിയായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും, ചില ബ്രാൻഡായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അവർ ചിലപ്പോൾ അവരുടെ ഹൈപ്പ് പറഞ്ഞേക്കാം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾ റോയൽ എൻഫീൽഡ് എടുത്താലും ഹോണ്ട എടുത്താലും അതൊക്കെയുള്ള സൗകര്യം ഞാൻ എനിക്കുണ്ടായ എക്സ്പീരിയൻസും ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീലും ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതിന് എൻ്റെ മേക്കിട്ട് കയറാൻ ആരും വരണ്ട. കാരണം ഞാൻ അത് രണ്ട് വണ്ടിൻ്റെയും പ്രൊമോട്ടറല്ല, ഹോണ്ടയുടെ അല്ല, റോയൽ എൻഫീൽഡിൻ്റെ അല്ല. റോയൽ എൻഫീൽഡ് എന്ത് തന്നെ ആയാലും ഹോണ്ടയെക്കാളും ആ ഒരു റൈഡ് ക്വാളിറ്റി തരുന്നുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഇടം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.